ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടോ 8 മണിയായി. ഇന്നലെ നല്ലൊരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. ലാവണ്യയും കൺമണിയും നല്ല ഉറക്കാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ഉറങ്ങിയപ്പോഴേക്കും സമയം 2 മണിയായിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പാർട്ടിയുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇനി എന്തൊക്കെ പാർട്ടി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും അശ്വിൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ജിമ്മിൽ പോയി വന്ന് കുളിച്ച് പോകുന്ന വർക്കിന് വേണ്ടിയിട്ട്. സുവൻ നല്ല ഉറക്കാണ് കേട്ടോ. സുവൻ അശ്വിൻ്റെ ഏറ്റവും ചെറിയ കസിനാണ്. അവൻ US നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ടൊരു നൈറ്റ് ഇന്നലെ സ്പെൻഡ് ചെയ്തതാണ്. കൺമണി എഴുന്നേറ്റ് എല്ലാവരും പോയി തപ്പി നോക്കുകയാണ്, മഹേഷ് എവിടെ, സുവൻ എവിടെ എന്നൊക്കെ. അങ്ങനെ എല്ലാവരും ഉറങ്ങുന്നത് കണ്ടപ്പോഴേക്കും അവർക്കൊരു സമാധാനം. ഇന്ന് സ്കൂളിൽ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ കാര്യമായിരുന്നു. അശ്വിൻ ജോലിക്ക് വേണ്ടി പോയി. ഇന്ന് ബ്രൗണിനെയും കൊണ്ട് മഹേഷ് ആയിരുന്നു കേട്ടോ വാക്ക് പോയെ. അതിനുശേഷം ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ അവർക്ക് വർക്ക് ഉണ്ട്. അവർ ഹരിയർക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരും കേട്ടോ. ഞാൻ വിളക്കൊക്കെ വെച്ച് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് കൺമണിയുടെ ലഞ്ച് ബോക്സ് ഞാനങ്ങ് റെഡിയാക്കി. ഇന്ന് പഴവും അതുപോലെ തന്നെ കുക്കുംബറായിരുന്നു അവളുടെ ലഞ്ച് ബോക്സിൽ. അവളോട് ചോദിച്ചപ്പോൾ അവൾ അത് മതി എന്ന് പറഞ്ഞു കേട്ടോ. ബാഗൊക്കെ അങ്ങ് പാക്ക് ചെയ്തപ്പോഴേക്കും നമുക്ക് ഇറങ്ങാൻ സമയമായി. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ച് നേരെ സ്കൂളിലെത്തി, ഡ്രോപ്പ് ചെയ്തു. ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഇന്ന് സ്കൂളിൽ പോകാൻ. തിരിച്ചു വന്ന് ലക്ഷ്മിക്ക് ഒരു ചായ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.